ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസം ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയ്ക്കും പോകണമായിരുന്നു. അപ്പം ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇതേ. അപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. കുഞ്ഞനാണെങ്കിൽ ഭയങ്കര നെകളോട്ടോ, രാവിലെ തന്നെ പോകാൻ ഒരുങ്ങി നിൽക്കുന്നതിൻ്റെയാണ്. പിന്നെ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ നിൽക്കുമല്ലോ കേട്ടോ, കഥ തുറന്നാൽ ചാടി ഇറങ്ങും. പിന്നെ ചേട്ടായിനെ നോക്കി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കുറച്ച് സമയത്ത് മുറ്റത്ത് നിന്നു. പിന്നെ ചേട്ടായി പെരയും പൂട്ടി ഇറങ്ങി വന്നപ്പോഴത്തേന് പിന്നെ ഞങ്ങൾ ബൈക്കിൽ കയറി പോയി. രാവിലെ ഒരു മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പേടിച്ച് പോയി, എങ്കിലും മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിളക്കുതിരി എണ്ണ, പിന്നെ കർപ്പൂരം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് പ്രധാന ഒരു നേർച്ചയെന്ന് പറയുന്നത്. പിന്നെ ഇത് മുണ്ടക്കയം പാർത്ഥസാരഥി അമ്പലത്തിലാണ് ഞങ്ങൾ പോയത്. ഇവിടെയാണ് കുഞ്ഞിന് ചോറും കൊടുത്തത്. അപ്പം ചേട്ടായുടെ പുറകെ പോയാലേ എനിക്ക് തൊഴാനൊക്കെ അറിയത്തുള്ളൂ. എനിക്ക് ഇവിടുത്തെ അങ്ങനെ കാര്യങ്ങൾ വലിയ വ്യക്തമായിട്ട് അറിയത്തില്ല കേട്ടോ, ഏതിലേക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ചേട്ടായുടെ പുറകെ പോയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നാൾ കൂടിയാണ് അമ്പലത്തിൽ പോയത്. ലാസ്റ്റ് പോയത് എന്താണെന്ന് വെച്ചാൽ ഇവന് ചോറ് കൊടുക്കാൻ നേരമാണെന്ന് തോന്നുന്നു. പിന്നെ പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നും ഓർക്കും അമ്പലത്തിൽ പോകണമെന്ന്. പക്ഷേ എന്തോ എല്ലാം കൊണ്ട് ഒരു തടസ്സമായിരുന്നു കേട്ടോ. പിന്നെ നാഗദേവങ്ങളുടെ അടുത്തും പോയി പ്രാർത്ഥിച്ചു. പിന്നെ കറങ്ങി വന്നപ്പോൾ സമയത്ത് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നൊരു കൂണ് കണ്ടു കേട്ടോ. വേറെ എവിടെയെങ്കിലും ഞാൻ പറിച്ചേനെ. പിന്നെ അമ്പലം ആയതുകൊണ്ട് തന്നെ പറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുഞ്ഞി പെണ്ണ് അവിടെ നിന്ന് ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ. കൃഷ്ണൻ്റെ മഞ്ചാടിക്കുരു എടുത്ത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവൾ. ഞാൻ പിന്നെ കുറേ നേരം നോക്കി ഇന്ന് വീഡിയോ എടുത്തു കേട്ടോ. വീഡിയോ എടുത്തതിന് ചേട്ടൻ എന്നോട് വഴക്കായിരുന്നു. പരിസരമൊക്കെ നോക്കിയിട്ട് എടുക്കാവുള്ളൂ, ആൾക്കാരൊക്കെ കണ്ട് അതൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ എടുത്തു കേട്ടോ വീഡിയോ. എനിക്ക് കൃഷ്ണനെ കണ്ടപ്പോഴത്തേന് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരുടെ പേരിൽ ഒരു 60 രൂപ ചാർജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്കുതിരി എണ്ണ അങ്ങനെയൊക്കെ ഒരു 80 രൂപ ചാർജും, അധികം ചാർജൊന്നും ആയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങും കേട്ടോ. കുഞ്ഞൻ ചന്ദനമൊക്കെ തൊട്ട് കണ്ട് ചേട്ടായുടെ മുഖത്തോട്ട് തന്നെ നോക്കുമായിരുന്നു കേട്ടോ. ചേട്ടായി പിന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഭയങ്കര പിരിവിരിപ്പാണ് ചേട്ടായിക്ക്. ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല, ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഓടി നടക്കും കേട്ടോ. ചേട്ടായി പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഞാൻ പുറകെ ഓടണം കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് പതുക്കെ മുഖമൊക്കെ നോക്കി ചന്ദനമൊക്കെ തൊട്ടാണ് വന്നത്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ചേട്ടായി മുഖം തിരിച്ചു. എന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മുഖം തിരികെ ഞാൻ അറിയാതൊക്കെ എടുക്കുന്നതാണ്. പിന്നെ നേരെ പുത്തൻചന്തയിലുള്ള ബേക്കറിലോട്ട് പോയി. കുഞ്ഞിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ചെറുകടി മേടിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ശരിയാകും കേട്ടോ അവൻ. ഉഴുന്നുവട പരിപ്പുവടയൊക്കെ മേടിച്ചു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പപ്സ് മേടിക്കാമെന്നൊക്കെ ഓർത്ത് പോയതായിരുന്നു. അപ്പോൾ അതൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ബേക്കറിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേന് ചേട്ടാ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പച്ചക്കറി, പയർ, പരിപ്പ്, അങ്ങനെ കുറച്ച് സാധനം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ചേട്ടായി ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി കുഞ്ഞിന് പാമ്പേഴ്സ് മേടിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെയാണ് സ്ഥിരം ഞങ്ങൾ പച്ചക്കറി മേടിക്കുന്നത്. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട്. പഞ്ചസാരയുണ്ട്, പാല്, തൈര്. പിന്നെ പച്ചക്കറിയൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ നല്ല രസം തോന്നി. ഞാൻ വീഡിയോ എടുത്താണ്. അപ്പം ചേട്ടായി അവിടെ നിന്ന് ഇറങ്ങി വന്ന കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ കുഞ്ഞിനെ സമയത്ത് കൈ ചപ്പിച്ചാണ് കേട്ടോ. മഴ മൂടലുണ്ട്, അതിന് മുന്നേ വീട്ടിൽ ചെല്ലണം. എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. തുണിയൊക്കെ ഇനി അലക്കി വിരിക്കാനുണ്ട്. അപ്പം കോഴിക്ക് 157 രൂപയായിരുന്നു കേട്ടോ. ഒരു 1.5 അടുത്ത് വരുന്ന ചെറിയൊരു കോഴിയാണ് മേടിച്ചത്. പിന്നെ കുറച്ച് വറക്കണം, പിന്നെ കറി വെക്കണം. ചേട്ടായിക്ക് ഇറച്ചി മീനും ഇല്ലാതെ പറ്റിയല്ല കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കിട്ടിയാൽ തിന്നൊന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നത് ആശാൻ്റെ തനി കുണം കാണിച്ചു. പലഹാര ബോക്സ് തുറന്നു. പിന്നെ ഒരു പരിപ്പാടിയാണ് കൈ കിട്ടിയത്. അതെടുത്ത് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വന്ന് തുണി പോലും മാറാൻ സമ്മതിച്ചില്ല. അവൻ അന്നേരം കവറ് തപ്പുമായിരുന്നു. പിന്നെ ഞാൻ മാറ്റി വെച്ചപ്പോഴത്തേന് വലിയവായി കരയുമായിരുന്നു. പിന്നെ ഞാനങ്ങ് കൊടുത്തു, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അതിനുശേഷം പിന്നെ ഉടുപ്പൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജ് തുറന്ന് റസ്ക് എടുത്തുകൊണ്ട് വന്ന് തിന്നുമായിരുന്നു. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. റസ്ക്, ബിസ്ക്കറ്റ്, അങ്ങനത്തെ സാധനമൊക്കെയാണ് മേടിച്ചത്. അപ്പം ഞാനൊരു പീസ് കേക്ക് എടുത്ത് കുഞ്ഞിനും കൊടുത്ത് ഞാനും കുറച്ച് കഴിച്ചു. പിന്നെ കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയും വെക്കണം. പിന്നെ ഗോതമ്പ് ദോശയാണ് കാപ്പിക്ക് ഉണ്ടാക്കുന്നത്. ഒന്നും കഴിക്കാതെ രാവിലെ തന്നെ പോയതാണ്. കഴിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് നട അടച്ചു. അതുകൊണ്ട് നേരത്തെ ഇറങ്ങിപ്പോയതാണ്. പിന്നെ ചിക്കൻ കറി ഏകദേശം സെറ്റായി വന്നപ്പോഴത്തേനും ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തു. ചേട്ടായിക്ക് ഇപ്പോൾ എല്ലാ കറിക്കും മല്ലിയില ചേർക്കണം. പിന്നെ കുറച്ച് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പിന്നെ വറക്കാനും വെച്ചു. പിന്നെ ചിക്കൻ വറുത്ത് കൂട്ടിയല്ല ദോശ കഴിക്കുന്നതിനും വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറി കൂട്ടി തന്നെ കഴിച്ചു. പിന്നെ സവോള കഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സവോളയും കൂട്ടി ദോശ കഴിച്ചു. ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ. ഒത്തിരി ചാറൊന്നും വെച്ചില്ല, ഒരു കുഴമ്പ് പരുവത്തിലാണ് വെച്ചെടുത്തത്. എന്നാലും കറി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സവോള കൂട്ടി കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ കറി ആണെങ്കിലും ചിക്കൻ വറുത്താണെങ്കിലും മീൻ വറുത്തൊക്കെ ആണെങ്കിലും ഒരു ചെറിയൊരു സവോള കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ചേട്ടായുടെ കൂടെ കൂടിയ പിന്നെയാണ് ഞാനിങ്ങനെ. പിന്നെ ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ.
അപ്പോൾ തന്നെ വയറ് ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ചിക്കൻ ആ സമയത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടായിക്ക് ഒരു ലെഗ് പീസും കൊടുത്തു, ഞാനൊരു ചെറിയ കഷ്ണം കൊടുത്തു കേട്ടോ. കുഞ്ഞിന് ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്ലേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് മാറി മാറി നിന്ന് കഴിച്ചാനേ. ഞാൻ പിന്നെ ചേട്ടായി അതൊക്കെ പറയുന്നത് തന്നെയാണ് കോക്കറി കാണിക്കുന്നത്. എന്നിലൊക്കെ കമൻ്റ് അടിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കത്തുള്ളൂ കേട്ടോ. ചേട്ടായി അങ്ങനെയാണ്, ഞങ്ങൾ ഭയങ്കര കൂട്ടാട്ടോ. ഒരു കെട്ടിയവനും കെട്ടിയോളും പോലെയല്ലേ, ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞാനും ചേട്ടായും കൂടെ കാപ്പി കൂടി കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് തോട്ടത്തിൽ വിറകിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മരം വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ തോട്ടമേ. ഞാൻ ഇടയ്ക്ക് വിറകിന് പോകുന്നതാണ്. അപ്പോൾ ആഞ്ഞിട്ട് വിറക് അങ്ങനെ ഒത്തിരി റബ്ബർ വിറക് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ പിന്നെ ഞാൻ ചോറ് കഴിക്കുന്നത്. മീൻ വറുത്തത് ഉണ്ടായിരുന്നു, ചിക്കൻ കറി, പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ, ബീട്രൂട്ട്. അപ്പോൾ അത് കൂട്ടി കഴിച്ചു. പിന്നെ 2 ഗ്ലാസ് ചായ എടുത്തു കേട്ടോ, പാൽ ചായ. പിന്നെ കുഞ്ഞിന് കൊടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസ്സിലെടുക്കുന്നത്, അല്ലെ മൊത്തത്തിൽ പൊടിയിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ അവന് പൊടിയിട്ടൊന്നും അവന് കൊടുക്കാൻ പറ്റുകയില്ല. ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് പാലായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ പനക്കൽക്കണ്ണ ശകലം ചേർത്ത് കൊടുക്കും, മധുരമില്ല കുടിക്കത്തുമില്ല കേട്ടോ. പിന്നെ കടി മേടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് കടിയും കഴിച്ച് ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം.